വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നല്ല ഹൈപ്പ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി സ്കിൻ കെയർ പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം നിങ്ങൾക്ക് വാസ്ലിൻ എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി ഓർമ്മ വരുന്നത് എന്താണ്? എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, വാസ്ലിൻ എന്ന് പറയുമ്പോഴേ ഓർമ്മ വരുന്നത് നമ്മുടെ മറ്റേ പെട്രോളിയം ജെല്ലിയില്ലേ, ആ സാധനം തന്നെ, നമ്മുടെ ഫുഡിലൊക്കെ ഇടുന്ന അത് തന്നെ. ഇപ്പൊ പണ്ടൊക്കെ എനിക്കൊന്ന് 90s കിഡ്സിനൊക്കെ കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും ആ ഒരു സാധനം ഞാൻ പറഞ്ഞത്. അറിയത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ആരെങ്കിലും ഒക്കെ പണ്ടൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും മോസ്റ്റ്ലി കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നത്. അപ്പം പണ്ട് തൊട്ടേ കണ്ട് ആ ഒരു പ്രോഡക്റ്റില്ല, ആ ഒരു ബ്രാൻഡിന്റെ അടുത്ത് നമുക്കൊരു അട്രാക്ഷൻ കാണുമല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 2 years ഒക്കെ ആയി കാണുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം അടിപൊളിയായിക്കൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വേറൊന്നുമല്ല, ദാ ഈ സാധനമാണ് എഗെയിൻ വാസ്ലിൻ്റെ ഗ്ലൂട്ട ഹയ ഡ്യൂയി റേഡിയൻറ്റ് സിറം ഇൻ ലോഷൻ. ഇതിനിപ്പോൾ 2-3 വേരിയൻ്റ് ഉണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സാധനമാണ്. കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിനകത്ത് ഇവർ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്ലൂട്ട ഹയ ഡ്യൂയി റേഡിയൻറ്റ് സിറം ഇൻ ലോഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇതൊരു വേറെയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂട്ടാഗ്ലോ ഉണ്ട്, ഹെലറൂൺ ഉണ്ട്, നയാസിനമൈഡ് ഉണ്ട് ആൻഡ് 10x മോർ പവർഫുൾ ദാൻ വൈറ്റമിൻ സി എന്നുമൊക്കെയാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു നോൺ സ്റ്റിക്കിയാണ്. ഇതിന്റെ മേജർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ഇൻഗ്രീഡിയൻസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഇവര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓരോ പറഞ്ഞ സാധനങ്ങളുടെയും ബെനിഫിറ്റ്സും ഇതിന്റെ ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ പറയാം. ഈ പ്രോഡക്റ്റ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 6 months കൊണ്ടിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഭയങ്കര കണ്ടിന്യൂസ് ആണെന്നും പറയാൻ പറ്റുന്നത്, ഇടയ്ക്കൊക്കെ ബ്രേക്ക് വരും. എന്നാലും ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമാണ്. എനിക്ക് ഇതുപോലത്തെ ലൈറ്റ് സ്മെൽസ് ഇഷ്ടമാണ്. അതുകൊണ്ടിട്ട് എനിക്ക് ഈ മണം ഓക്കെയാണ്. ഇതിൽ അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതെനിക്ക് തോന്നുന്നു ഇത് യൂസ് ചെയ്തിട്ടില്ലാത്തവർ വളരെ കുറവായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ യൂസ് ചെയ്തവർക്ക് അറിയാം ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. നമ്മുടെ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സാധനം അബ്സോർബ് ആയി പോകും, ഈസി ആയിട്ട് അബ്സോർബ് ചെയ്തു പോകുന്ന കണക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇത് വന്നിട്ട് നമ്മുടെ ഓയിലി സ്കിൻകാർക്ക്, അതുപോലെ ഡ്രൈ സ്കിന്നുകാർക്ക്, കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഒക്കെ യൂസ് ചെയ്യാം എന്നാണ് ഇവർ ക്ലെയിം ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഇതിലെനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെതൊരു ഓയിലി അല്ല, നോർമൽ അല്ല, ലൈക്ക് അങ്ങനത്തെ ഒരു സ്കിന്നാണ്. ദാറ്റ് മീൻസ് എൻ്റെ ഒരു കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിന് ഇത് ശരിക്കും പറഞ്ഞാൽ സ്യൂട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഈ ഫ്രാഗ്രൻസിൻ്റെ ഇഷ്യൂസോ ഒന്നുമില്ല. ചില ആൾക്കാർ ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ പ്രോഡക്റ്റ് ശരിയാവുന്നില്ല, കാര്യം എനിക്ക് ഇതിന് ഭയങ്കര ഹൈഡ്രേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈവൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്തിട്ട് തന്നെ അവർ യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഒന്നും ഇതിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്കിന്നിനും ഇത് ഓരോ രീതിയിലാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. എക്സ്ട്രീം ഡ്രൈ ഒക്കെ ഉള്ളവർക്ക് ഇത് അത്രയും ഒന്നും ആക്ട് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇവർ പറയും പോലെ തന്നെ സ്കിന്നിന് ഒരുപാട് ബ്രൈറ്റ്നെസ്, അതുപോലെ തന്നെ ഡൾനെസ് ഒക്കെ മേ ബി മാറിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ ഭയങ്കര ബ്രൈറ്റനിങ് എഫക്റ്റ് ഒന്നും എനിക്കിതുവരെ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ഓക്കെ എനിക്ക് ഇതിൻ്റെ മെയിൻ തിങ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യും. എനിക്കതായിരുന്നു വേണ്ടത്. ആൻഡ് അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. മോസ്റ്റ്ലി ഈ ഒരു പ്രോഡക്റ്റിനെ ചൊല്ലിയിട്ട് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ആദ്യമൊക്കെ ടൈം യൂസ് ചെയ്തപ്പോൾ ഫേസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫേസിൽ യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ആ ടൈമിൽ ആക്നി പ്രോണോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. സോ ദാറ്റ് എനിക്കത് യൂസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വന്നില്ല. ഈവൻ നിങ്ങളുടെ ഇപ്പോൾ ആക്നി പ്രോൺ സ്കിൻകാരൊക്കെ ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യരുത്. ബിക്കോസ് ഇത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫോർമുലേഷൻ എന്ന് പറയുന്നത് തിക്ക് പാർട്ട് ഓഫ് ദ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് മാത്രമല്ല ഇതിൻ്റെ pH കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതല്ല.
ഓക്കെ, ബോഡിയിലെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സാണ് ഇടണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇത് എന്തൊക്കെ സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഇത് ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഈ പറയും പോലെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹൈപ്പ് കൊടുക്കും പോലെ ഭയങ്കര ബ്രൈറ്റനിങ് ആവുമോ അല്ലെങ്കിൽ വെളുത്തിട്ട് പാറുമോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ആ ഒരു എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല. സീരിയസ്ലി പറയാണ്, ആ ഒരു എഫക്റ്റ് പ്രതീക്ഷിച്ചിട്ട് ആരും ഇത് മേടിക്കരുത്. എനിക്കിതിനകത്ത് പ്ലസ് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഫ്രാഗ്രൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം ഒരു ലൈറ്റ് ഫ്രാഗ്രൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഇത് എനിക്ക് എൻ്റെ സ്കിന്നിൽ ഇട്ടിട്ട്, ഐ മീൻ എൻ്റെ ഫേസിലെ സ്കിന്നിൽ ഇട്ടിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ച് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ പ്രോഡക്റ്റിനെ പറ്റി പഠിച്ചു വന്നപ്പോഴാണ്, കൂടുതൽ ഡീറ്റെയിൽസ് പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഫേസിലിരുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും ദയവ് ചെയ്ത് ഇത് യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സ്കിന്നിന് മേ ബി ഇത് റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഥവാ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഓൺ റിസ്കിൽ യൂസ് ചെയ്യുക. പ്രോഡക്റ്റ് മെയിൻലി ഫോർ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. പിന്നെ വേറെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും കാണിക്കുന്നു. ഈ ഒരു ടെക്സ്ചറാണ്. ഇതൊരു സിറം പോലെ തന്നെയുള്ളൊരു ടെക്സ്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒന്നുകൂടി ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ സ്കിൻ ഈസി ആയിട്ട് അബ്സോർബ് ആവും. ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത്, എൻ്റെ സ്കിന്നിന് ഇതായിരുന്നു വേണ്ടിയിരുന്നത് എനിക്ക്. സോ ഐ ലൈക്ക് ദിസ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇനി പർച്ചേസ് ചെയ്യാൻ, ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല, ഇനിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഫേസിനും നമ്മുടെ ബോഡിക്കും ഒരുപോലെ യൂസ്ഫുൾ ആവും എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇത് പർച്ചേസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നില്ല. ബിക്കോസ് അത് നിങ്ങൾക്ക് മേ ബി സ്യൂട്ട് ആവാൻ സാധ്യതയില്ല. ഡ്രൈ സ്കിന്നുകാർക്ക് ഹൈഡ്രേഷൻ അവർ വിചാരിക്കുന്ന രീതിയിൽ ഇതൊന്നും കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. സാധനം എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടമാണ്. ഭയങ്കര ഡ്രോബാക്സ് ഒന്നും എനിക്കിതിനെ പറ്റി ഫീൽ ചെയ്തിട്ടില്ല. ഹൈഡ്രേഷന് പറ്റിയ ഒരു നല്ല ക്രീമായിട്ടാണ് തന്നെ തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതേ കൺസേൺസ് ഒക്കെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ മണി വാല്യൂ വെച്ചിട്ട് സാധനം വെർത്താണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതായത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. വാങ്ങുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങുന്നതല്ലേ നല്ലത്. ഓക്കെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവ് ചെയ്ത് മറക്കരുത്. സോ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.